ഏറ്റവും പുതിയ വാർത്ത വരുന്ന അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പാക് പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു. മാർക്ക് റൂബിയോ ഷെഹ്ബാസ് ഷെരീഫിനെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നടന്ന സംഭവങ്ങൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ ഇന്നലെ രാത്രി നടത്തിയ ആക്രമണങ്ങളാണ്. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതായത് ഇന്ത്യയുടെ വടക്ക് ഭാഗവും പടിഞ്ഞാറൻ ഭാഗവും ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയിലേക്ക് തൊടുക്കുകയാണ് ഉണ്ടായത്. അതിൽ അവൻപുരയും ശ്രീനഗറും ജമ്മുവും പത്താൻകോട്ട്, അമൃത്സർ, ജലന്ധർ, ലുധിയാന, ഭട്ടിൻഡ, ചണ്ഡീഗഡ് അങ്ങനെ ഭുജ് വരെ നീളുന്ന പ്രദേശത്തേക്കാണ് അവർ 4 സംസ്ഥാനങ്ങളിലായി 15 സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും. രാജസ്ഥാനും പഞ്ചാബും ഉണ്ട് എന്നുള്ളത് അത് കുറച്ചും കൂടെ ഒരു ആശങ്ക. അമൃത്സറിനെ ലക്ഷ്യമാക്കി കൂടെ ധർമ്മശാലയിലുള്ള IPL ക്രിക്കറ്റ് വേദി തന്നെ മാറ്റി അത് ഗുജറാത്തിൽ അഹമ്മദാബാദിലേക്ക് ആക്കി. അപ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ജാഗരൂകരാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ചില ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നു. ഇതിനകം തന്നെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് അതിന്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. അതാണല്ലോ ഇന്നലെ രാത്രി കണ്ടത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എത്രമാത്രം ശക്തമാണ് എന്ന് പാകിസ്ഥാന് മനസ്സിലാക്കി കഴിഞ്ഞു. അവരുടെ മിസൈലുകളും ഡ്രോണുകളും ഒരെണ്ണം പോലും ലക്ഷ്യത്തിൽ എത്താതെ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ആർമി ഡേയുടെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആർമി ഡേയുടെ അന്ന് ഒരു പ്രസ്താവന നടത്തി. ആർമി ഓഫീസേഴ്സിനെയും ജവാനെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അഭിവൃദ്ധി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയാണ്. എന്നുവെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് പ്രാധാന്യം ഇന്ത്യയുടെ ഫോഴ്സിന് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പലരും ചോദിക്കാറുണ്ട്, ഈ പെട്രോളിനൊക്കെ ഇത്രയും വില കൂട്ടി, ഇത്രയും ഈ ബാക്കി പൈസ മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ് അടിച്ചുകൊണ്ട് പോവുകയല്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ അദ്ദേഹം ചെയ്തതിന് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും, മറ്റൊന്ന് ആർമിയെ ശക്തിപ്പെടുത്താനുമാണ് ഈ പണത്തിൽ അധികവും ഉപയോഗിച്ചിരുന്നതെന്നുള്ളത് ഇപ്പോഴാണ് പലർക്കും ബോധ്യമായിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി ഇന്ത്യയുടെ പല സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വന്ന് പതിച്ചേനെ. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി, ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള ആ ഉപകരണങ്ങളുടെ ശക്തി അല്ലെ, ഉപകരണ ശക്തി എന്ന് വെച്ചാൽ ഒരു പ്രതിരോധം. ഞാൻ പറഞ്ഞില്ലേ, 4 സംസ്ഥാനങ്ങൾ, കേരളത്തിലെ പോലെ 600 കിലോമീറ്റർ വരുന്ന ഒരു കൊച്ചു സംസ്ഥാനമല്ല. ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ഇന്ത്യയുടെ ഒരു ഹാഫ് 4 സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തും വടക്കു ഭാഗത്തും. തീർച്ചയായിട്ടും ആ 4 സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ ഒരു ഹാഫ് ഏരിയ കവർ ചെയ്യണം. അവിടേക്കാണ് 15 കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ. അതിനെ മുഴുവൻ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുന്ന പോലെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തതാണ്. അതിന് തൊട്ട് പിന്നാലെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ അത് താങ്ങാൻ പോലും കഴിഞ്ഞില്ല. ലാഹോറിൽ കണ്ടു, അത് റാവൽപിണ്ടിയിൽ കണ്ടു അല്ലെ. അതെ, അവര് താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർക്ക് സുരക്ഷയാകേണ്ട അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ തകർത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ ആർമി ഓഫീസർ പറഞ്ഞ പോലെ അവർ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇനി പൂട്ടില്ല. ഒരു കാർഗിൽ സമയം പോലെയല്ല, ഒരുപാട് ഈ ആർമി ആണെങ്കിൽ, എയർഫോഴ്സ് ആണെങ്കിൽ, നേവി ആണെങ്കിൽ ഇന്ത്യ ഒരുപാട് മോഡേണൈസേഷൻ, ആംസ്, വെപ്പണൈസ്ഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് പാകിസ്ഥാന് ചിന്തിക്കാവുന്നതിനപ്പുറത്തൊക്കെയാണ്. പാകിസ്ഥാനല്ല, ഇപ്പോൾ ചൈനയ്ക്ക് പോലും ചില കാര്യങ്ങളിൽ ഡൗട്ട്ഫുൾ ആയിരിക്കുകയാണ്. ഇന്ത്യ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണല്ലോ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ചൈന പോലും ഇത് എസ്കലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക്. ചൈനയുടെ ഉപകരണങ്ങളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് ഇന്ത്യക്ക് നേരെ. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ചൈനീസാണ്. അതാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്.